أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കഴിഞ്ഞുപോയി. അതിലേറെ പ്രാധാന്യം അർഹിക്കുന്ന രാവുകളും പകലുകളും വരാനിരിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് സാക്ഷിയായ മാസമാണ്. റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ, ഒരു വേള പരിശുദ്ധ റമദാനിനെ നിർബന്ധ നോമ്പിന്റെ മാസമായി തെരഞ്ഞെടുക്കാനുള്ള കാരണം ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ റമദാനിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. റമദാനിലെ ഒരു ദിവസത്തിന് 1000 മാസത്തേക്കാൾ പവിത്രതയുണ്ട്, പ്രത്യേകതയുണ്ട്. ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ. ജിബ്രീലും അല്ലാഹുവിന്റെ മലക്കുകളും ആ രാത്രി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മനുഷ്യന്റെ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ ഖദറും വന്ന് ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കും. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിൽ അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു എന്നതാണ് ആ ദിവസത്തിന്റെ മഹത്വം, പ്രാധാന്യം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഖുർആൻ എന്തിനു വേണ്ടിയാണ് അവതരിപ്പിച്ചത്? ഖുർആൻ അവതരണത്തിന്റെ ലക്ഷ്യം എന്താണ്? ഖുർആനിനോട് എന്ത് സമീപനമാണ് നാം സ്വീകരിക്കേണ്ടത്? ഇതൊക്കെ ഏറ്റവും ഉയർന്ന തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു മാസവും ദിവസവും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ ചിന്തിക്കാനും മനുഷ്യനെ ഉറ്റാലോചിക്കുവാനും നേരായ വഴി കണ്ടെത്തുവാനും ഒക്കെയാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ള സന്മാർഗമാണ്, മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ലോകത്തെ മുഴുവൻ മനുഷ്യരാശിക്കുള്ള ഹുദയാണ്, സന്മാർഗമാണ് വിശുദ്ധ ഖുർആൻ. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, ആ സന്മാർഗത്തെ വിവരിച്ചു തരുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വൽ ഫുർഖാൻ, സത്യമേതാണ് അസത്യമേതാണ്, ശരിയേതാണ് തെറ്റാതെ ഏതാണ് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് അല്ലാഹു ഖുർആനിനെ അവതരിപ്പിച്ചത്.
അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ അറിഞ്ഞ് പഠിച്ചു മനസ്സിലാക്കി അതിലൂടെ അല്ലാഹു വിശദീകരിച്ചു തരുന്ന റബ്ബിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ച് കൂടുതൽ അല്ലാഹുവിലേക്ക് അടുപ്പം സാമീപ്യം സിദ്ധിച്ച് അങ്ങനെയൊക്കെയാണ് ഒരു വിശ്വാസം ജീവിക്കേണ്ടത്. ആരാണ് അല്ലാഹു എന്നാലോചിക്കാൻ, പരലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ, അല്ലാഹുവിന്റെ ശരീഅത്തിനെ കുറിച്ച് ആലോചിക്കാൻ, അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ, അല്ലാഹുവിന്റെ മതനിയമങ്ങളിലെ യുക്തിയെ സംബന്ധിച്ച് ആലോചിക്കാൻ. നോക്കൂ, സൂറത്ത് സ്വാദിലെ 29-ാമത്തെ ആയത്ത്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്. ഇതാ പ്രവാചകനെ, നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു നാം. ലിയദ്ദബ്ബറൂ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നതിന് വേണ്ടി. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ ആലോചിക്കുന്നതിന് വേണ്ടി. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. സൂറത്ത് ഹശ്റിലെ 21-ാമത്തെ ആയത്ത്. വതിൽകൽ അംസാൽ, അല്ലാഹു ഈ ഉദാഹരണങ്ങളെല്ലാം മനുഷ്യർക്ക് വേണ്ടി കൊണ്ടുവരുന്നതിന് എന്തിനു വേണ്ടിയാണ്? ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുന്നതിന് വേണ്ടി. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. സുദീർഘമായ 12-ാം അധ്യായം സൂറത്ത് യൂസുഫ്, ദീർഘമായ യൂസുഫ് നബിയുടെ മനോഹരമായ കഥ ഇങ്ങനെ വിവരിച്ച് അല്ലാഹു പറയാണ്, ഈ കഥകളിലെല്ലാം അവർക്ക് ബുദ്ധിയുള്ള ആളുകൾക്ക് ഗുണപാഠമുണ്ട്. ഗുണപാഠം ഉൾക്കൊള്ളാനാണ് അല്ലാഹു ഖുർആൻ പറഞ്ഞു തന്നത്, അവതരിപ്പിച്ചത്. മാ കാന ഹദീസൻ യുഫ്തറ വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ശൈ വഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ. വിശുദ്ധ ഖുർആൻ കാരുണ്യമായിട്ടാണ് അവതരിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിക്ക് മാർഗദർശനമായിട്ടാണ് അവതരിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ ബുദ്ധിയുള്ള ആളുകൾക്ക് ഗുണപാഠമായിട്ടാണ് അല്ലാഹു അവതരിപ്പിച്ചത്. തുഅ്തിയു കുലഹാ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയളിബു അല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. മനുഷ്യർക്ക് ചിന്തിക്കാൻ വേണ്ടി അല്ലാഹു ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിച്ചു തരുന്നു എന്ന് വീണ്ടും സൂറത്ത് ഇബ്രാഹിമിലെ 25-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ. ആരാണ് വിശ്വാസികൾ? അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പടക്കും, അവരുടെ ഹൃദയങ്ങൾ വിറക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ആയത്തുകൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, വിശുദ്ധ ഖുർആൻ കേട്ടാൽ, സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. ഖുർആൻ എന്തിനാ? നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ളതാണ്, നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനുള്ളതാണ്. നമ്മുടെ സഹോദരങ്ങളെ, ചിന്തിക്കാൻ, ആലോചിക്കാൻ, ലിയതദക്കറൂ ലിയതഫക്കറൂ ലിയദബ്ബറൂ, ഉറ്റാലോചിക്കാൻ, ഗുണപാഠമായിക്കൊണ്ട്, ഹിദായത്തായിക്കൊണ്ട്, കാരുണ്യമായിക്കൊണ്ട്, ഖദ് ജാഅതുകും മൗഇദത്തുൻ മിർ റബ്ബികും, അല്ലാഹുവിന്റെ സദുപദേശമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിന്റെ വരികളിലൂടെ എത്രയോ വർഷങ്ങൾ നമ്മൾ കടന്നുപോയി. ചിലര് പാരായണം ചെയ്തു, ചിലര് ഷെൽഫിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു, ചില ആളുകൾ ഇന്നേ വരെ അത് ഓതാൻ പോലും പഠിച്ചിട്ടില്ല. ഞാൻ പറയുന്നത്, ഖുർആൻ അവതരണത്തിന്റെ നിരവധി ലക്ഷ്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മോട് ആവർത്തിച്ചു പറയുമ്പോ അതിൽ നാം പൂർത്തിയാക്കിയ ലക്ഷ്യമേതാണ് എന്ന് ചിന്തിക്കേണ്ട മാസമാണ് റമദാൻ. ഒരു ആയത്തിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു സൂറത്തിനെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഖുർആൻ പഠിപ്പിച്ചിരുന്ന ഒരു ചരിത്രത്തെ മനസ്സിരുത്തി അറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഏതായത്താണ് നമ്മൾ ആ നിലക്ക് ആശയം മനസ്സിലാക്കിയത്? അല്ലാഹുവിന്റെ ഏതായത്തിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്? നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച ഖുർആനിലെ അധ്യായം ഏതാണ്? നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ ഖുർആനിലെ ആയത്ത് ഏതാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ഉത്തരം എന്താ? നമുക്ക് ഖുർആൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സുകൾക്കകത്ത്, ഹൃദയങ്ങൾക്കകത്ത് വിപ്ലവം സൃഷ്ടിച്ച, മനുഷ്യ മനസ്സുകൾക്ക് അടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ.
അത് പ്രവാചകന്റെ കാലം മുതൽ ഖുർആനിലെ ഏറ്റവും ഒരു വിശ്വാസിയുടെ സമീപനം ഖുർആനിനോട് പ്രകടിപ്പിച്ച ആളുകൾക്കെല്ലാം ആ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെ മനസ്സുകളിലും ആ മാറ്റം നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുതൽ പ്രവാചകൻ ഒരു രാവ് മുഴുവൻ നിന്ന് നമസ്കരിച്ചത് വിശുദ്ധ ഖുർആനിന്റെ പ്രവാചകന്റെ ജീവചരിത്രത്തെ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട്. സൂറത്ത് ആലി ഇംറാനിൽ ഒരു ആയത്ത് ഓതിയിട്ട് ആ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാത്തവര് നാശം എന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബിയെ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു തീർക്കുന്നത് ഒരു രാവ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി ഖുർആൻ ഓതി കൊടുക്കാൻ പറഞ്ഞ സംഭവം പ്രസിദ്ധമാണ്. നബി അങ്ങേക്ക് അവതരിച്ച ഖുർആൻ ഞാൻ എന്തിനാ അങ്ങേക്ക് ഓതി തരുന്നത്? ഇഖ്റ അലയ്യൽ ഖുർആൻ യാ റസൂലല്ലാഹ് അഖറഉ അലൈക വഅലൈക ഉൻസിൽ. നിങ്ങൾക്കല്ലേ ഈ ഖുർആൻ അവതരിച്ചത്, പിന്നെ ഞാൻ എന്തിനു ഓതി തരണം? ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി. മറ്റൊരാളിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഫഖറഅതു അലൈഹി സൂറത്തുൻ നിസാ. സൂറത്തുൻ നിസാ ഓതി. സംഭവം പ്രസിദ്ധമാണ്. ഹത്താ ജിഇതു ഇലാ ഹാദിഹിൽ ആയ. ഞാനിതാ ഈ ആയത്ത് നിസായിലെ 41ാമത്തെ ആയത്തെത്തി. എന്താണ് ആയത്ത്? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. എല്ലാ നബിമാരെയും അവരുടെ ഉമ്മത്തിന്റെ സാക്ഷിയായി നാളെ പരലോകത്ത് നാം കൊണ്ടുവരും. അപ്പോൾ പ്രവാചകരെ ഈ ഉമ്മത്തിന്റെ സാക്ഷിയായി നാളെ പരലോകത്ത് നിങ്ങളെ നാം കൊണ്ടുവരുന്ന സന്ദർഭമായെത്തിയപ്പോ ഹസ്ബുകല്ലാൻ ഇബ്നു മസ്ഊദ് യാ അബാ അബ്ദുറഹ്മാൻ നിർത്ത്, നിന്റെ പാരായണം നിർത്തിവെക്ക്. ഫഇദാ ഐനാഹു തദ്രിഫാൻ. ഞാൻ പ്രവാചകന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രവാചകന്റെ രണ്ട് കണ്ണുകളും കണ്ണുനീരൊലിക്കുകയാണ്. നോക്കൂ, പ്രവാചകനെ ആയത്ത് സ്വാധീനിച്ചത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ പ്രവാചകനെ കരയിപ്പിച്ചത് എങ്ങനെയാണ്? പ്രവാചകന്റെ ഉറക്കം കെടുത്തിയത് എങ്ങനെയാണ്? പ്രവാചകന്റെ ശരീരഭാരം കുറച്ചത് എങ്ങനെയാണ്? ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ സ്വാധീനിച്ച ഒരായത്ത്, ഒരു സൂറത്ത്, ഖുർആനിൽ ഒരു ചരിത്രം, ഖുർആനിൽ ഒരു വാചകം നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാവരും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പൂർവീകരായ ആളുകളെ മുഴുവൻ എടുത്തു നോക്കിയാൽ ഇതിൽ സമാനമായ സംഭവങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ജഅഫർ ഇബ്നു സയ്യിദ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. എന്താണ്? ഒരു ദിവസം രാത്രി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അരികിലൂടെ ഒരു വിശ്വാസിയുടെ വീടിന്റെ അരികിലൂടെ സഹചാരികൾ നടന്നു പോവുകയാണ്. ആ വീട്ടിനകത്ത് രാത്രി ഉറക്കമൊഴിച്ചൊരു മനുഷ്യൻ നിന്ന് നമസ്കരിക്കുന്നു. അയാൾ വിശുദ്ധ ഖുർആൻ ഉറക്ക ഓതിയാണ് നമസ്കരിക്കുന്നത്. പാരായണം കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്നു. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ എന്ന സൂറത്തുൽ തൂർ ഇങ്ങനെ ഓതി ഇന്ന അദാബ റബ്ബിക ലവാഖി. നിന്റെ റബ്ബിന്റെ ശിക്ഷയുണ്ടല്ലോ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ശിക്ഷയെ തടയാൻ, നരകാഗ്നിയെ തടയാൻ, അവിടെ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന ആയത്ത് ഓതിയപ്പോ എന്താ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്തനദ ഇലാ ഹാഇതി ഫമകഥ മലിയ. അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമരിലേക്ക് അദ്ദേഹം ഇങ്ങനെ ചാരി അതിലേക്ക് അങ്ങോട്ട് വീഴുന്നത് പോലെ അദ്ദേഹം തളർന്നു പോയി. ഉമർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ വാചകം കേട്ടപ്പോൾ എന്നിട്ട് പറയാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ ഫറജഅ ഇലാ മൻസിലിഹി ഫമരിദ ശഹറൻ ആയത്ത് കേട്ടതിന് വീട്ടിലെത്തിയപ്പോ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. ഒരു മാസക്കാലം രോഗിയായി കിടന്നു. യഊദുഹു നാസ് ലാ യദ്റൂന മാ മറദുഹു. ആളുകൾ അദ്ദേഹത്തെ ഇങ്ങനെ സന്ദർശിച്ചു, വൈദ്യന്മാര് പരിശോധിച്ചു. ഉമറിന്റെ രോഗം എന്താണെന്ന് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന അദാബ റബ്ബിക ലവാഖി. നിന്റെ റബ്ബിന്റെ ശിക്ഷ വരിക തന്നെ ചെയ്യും. മാലഹു മിൻ ദാഫി. അതിനെ തടയാൻ ആർക്കും കഴിയില്ല എന്ന വിശുദ്ധ ഖുർആനിലെ രണ്ടായത്തുകൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു മാസക്കാലം രോഗിയാക്കി എന്നാണ് പറയുന്നത്.
ഒരു മാസക്കാലം രോഗിയാക്കിയെന്ന് നോക്കി ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവം കാണാം. എന്താണ്? സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ മഗ്രിബ് സൂറത്തുത് തൂർ. ഇതേ സൂറത്തുത് തൂർ പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ ഓതുമ്പോ പിന്നെ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു പറയാണ്, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അവർ മറ്റെന്തെങ്കിൽ നിന്നും വെറുതെ ഉണ്ടായതാണോ, അതല്ല അല്ലാഹു അവരെ പടച്ചുണ്ടാക്കിയതാണോ? അം ഖലഖസ് സമാവാതി വൽ അർദ് ബൽ ലാ യുമിനൂൻ. അവരാണോ ആകാശങ്ങളെ പടച്ചുണ്ടാക്കിയത്? അല്ലാഹനെ മറന്ന്, അല്ലാഹനെ നിഷേധിച്ച്, ദൈവനിഷേധം പറഞ്ഞ്, പടച്ചോനെ മറന്ന് അഹങ്കാരിയായി തോന്നിവാസിയായി ജീവിക്കുന്ന മനുഷ്യരോട് അല്ലാഹ് ചോദിക്കുക, എന്തിനാ അങ്ങനെ അഹങ്കരിക്കുന്നത്? അം ഖലഖസ് സമാവാതി വൽ അർദ്. അവരാണോ ആകാശങ്ങളെ സൃഷ്ടിച്ചത്? അവരാണോ ഭൂമിയെ പടച്ചുണ്ടാക്കിയത്? ബൽ ലാ യുമിനൂൻ. അവർ വിശ്വസിക്കുന്നില്ലല്ലോ. അം ഇൻദഹും ഖസാഇനു റബ്ബിക് ഹം ഹുമുൽ മുസൈത്തിറൂൻ. അവരുടെ കൈകളിലാണോ അല്ലാഹുവിന്റെ ഖജനാവുകൾ ഉള്ളത്? അവരാണോ ഈ ലോകത്തെ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്ന സജ്ജാധിപതികൾ? ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു പറയാം, കാദ ഖൽബി യതീറൽ ഇസ്ലാം വഫീ റിവായത്തിൻ ഖറാ ദാലിക അവ്വലു മാ വഖറൽ ഈമാൻ ഫീ ഖൽബി. ഈ ആയത്ത് ഇങ്ങനെ കേട്ടപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഇസ്ലാം കടന്നു വന്നത്. വല്ലാത്തൊരു ചോദ്യമാണ്. അല്ലാഹനെ വിശ്വസിക്കാത്ത, ഇസ്ലാം അംഗീകരിക്കാത്ത ആളുകളോട് ചോദിക്കാൻ, എന്താ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ നടക്കുന്ന ഒരു സൃഷ്ടാവില്ലേ? ഈ ആകാശം ഭൂമിക്ക് വെറുതെ ഉണ്ടായതാണോ? അതല്ല അതിനെ പടച്ചു പരിപാലിക്കുന്ന ഒരാളില്ലേ? നിങ്ങളാണോ അല്ലാഹനെ നിഷേധിക്കുന്ന? ഇവരാണോ ആകാശഭൂമികളെ പടച്ചത് എന്ന ഖുർആനിന്റെ ആ ആയത്ത് പ്രവാചകൻ ഇങ്ങനെ ഒരു മഗ്രിബ് നമസ്കാരത്തിൽ ഓതുന്നത് പുറത്തുനിന്ന് ഞാൻ കേട്ടു. അപ്പോഴാണ് എന്റെ മനസ്സ് ഇസ്ലാമിലേക്ക് ആകർഷമായത്. ഞാൻ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയാണ്. നമുക്ക് നിങ്ങൾ മുസ്ലിം അല്ലാത്ത മനുഷ്യരെ പോലും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എങ്ങനെ സ്വാധീനിച്ചു എന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. നജാശി രാജാവിന്റെ കഥ എത്രയോ തവണ നമ്മൾ കേട്ടതാണ്. മക്കയിലെ പീഡനങ്ങൾ സഹിക്കാതെ സ്വഹാബത്ത് എത്യോപ്യയിലേക്ക്, അബ്സീനിയയിലേക്ക്, ഹബശയിലേക്ക് ഹിജ്റ പോയി. അവിടെ എത്തിയപ്പോൾ മക്കക്കാരായ മുശ്രിക്കുകളായ ആളുകൾ, രണ്ടാളുകൾ അവിടെ പോയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മതത്തിൽ നിന്ന് പുറത്തുപോയ, നിങ്ങളുടെ മതത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്ത കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, അവരവിടെ നിന്ന് പുറത്താക്കണം. നജാശി രാജാവ് ക്രൈസ്തവനാണ്, അറബി ഭാഷ അറിയാത്ത ആളാണ്. അറബി അറിയാവുന്ന ട്രാൻസ്ലേറ്ററെ വിളിച്ചു വരുത്തി, മുസ്ലിങ്ങളായ മുഹാജിറുകളായ ആളുകളെ വിളിച്ചു വരുത്തി അവരോട് സംസാരിച്ചു. ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യാത്രാ സംഘത്തിന്റെ തലവനായി നജാശി രാജാവിനോട് ഒരു ദ്വിഭാഷിയുടെ ട്രാൻസ്ലേറ്ററുടെ സഹായത്തോടെ സംസാരിച്ചു. പ്രവാചകൻ വെളിപ്പെടുത്തി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. നജാശി രാജാവ് ചോദിക്കുന്നതിന് മുഹമ്മദ് കൊണ്ടുവന്ന എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, എന്താണെന്ന് അറിയാമോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാഫ് റാ യാ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. സക്കരിയ നബിയുടെ കഥ കൊണ്ട് തുടങ്ങുന്ന സൂറത്ത് മറിയം, ക്രൈസ്തവർക്കേറെ സുപരിചിതമായ മറിയം ബീവിയുടെ പേരുള്ള അധ്യായം. അതിങ്ങനെ ഓതി ഈസാ നബിയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങിയപ്പോ അറബി അറിയാത്ത നജാശി കരഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. ആയത്തുകൾ അതിനോടൊന്ന് മനസ്സിരുത്തി കേൾക്കാൻ ഒരു മനുഷ്യൻ ശ്രമിച്ചാൽ സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിലും അത് മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് വലിയ അർത്ഥത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അറിയോ, നിങ്ങൾക്കറിയാം ഖുർആനിന്റെ ഒരു വാചകം എന്താണത്? ഇവിടെ അബൂ സുഫിയാൻ പിന്നെ അബൂ ജഹൽ ആളുകളോട്, മക്കക്കാർക്ക് കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട്. നിങ്ങൾ ഒരിക്കലും ലാ തസ്മഉ, പിന്നെ നിങ്ങൾ ഖുർആൻ കേൾക്കാൻ പാടില്ല. വല്ലാഹു ഫീഹാ, നിങ്ങൾ ഖുർആൻ കേൾക്കുമ്പോൾ ബഹളം ഉണ്ടാക്കണം, ഖുർആൻ കേൾക്കരുത് എന്ന് അബൂ ജഹൽ നാട്ടിലെ ആൾക്കാരോട് എല്ലാവരോടും പറഞ്ഞു. എന്താ, ഖുർആൻ കേട്ടിട്ടാണ് ആളുകൾ മാറുന്നത്. ഖുർആൻ കേൾക്കുമ്പോഴാണ് ആളുകളുടെ മനസ്സുകളിൽ സ്വാധീനം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു രാത്രി ആരും അറിയാതെ അബൂ സുഫിയാൻ പ്രവാചകന്റെ വീടിന്റെ പിന്നിൽ ഒരു വഴിയിലൂടെ വന്ന് മറഞ്ഞിരുന്നു എന്ന്. വേറൊരു വഴിയിലൂടെ അഖ്നസ് എന്ന് പറയുന്ന മറ്റൊരാൾ, ഇസ്ലാമിന്റെ ശത്രുവാണ്, ആരും അറിയാതെ മറഞ്ഞിരുന്നു. ഇതിനറിയോ, രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന ഖുർആൻ കേൾക്കാൻ ഈ രണ്ടാളുകളും
നേരം പുലരാരായി എഴുന്നേറ്റ് തിരിച്ചു പോരുന്ന വഴിയിൽ അബൂജഹലിനെ കണ്ടു. അബൂജഹൽ എന്തിനു വന്നതാ? നാട്ടുകാരെ, നിങ്ങൾ ഖുർആൻ കേൾക്കരുത് എന്ന് പറഞ്ഞ അബൂജഹൽ ഖുർആൻ കേൾക്കാൻ വേണ്ടി വന്നതാ. ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളുടെ മനസ്സുകളിൽ പോലും ഖുർആൻ സ്വാധീനിച്ചിരുന്നു. അബൂജഹലിന് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിരുന്നു. ഈ സംഭവത്തിന് ശേഷം അഖ്നസ് അബൂജഹലിനോട് ചോദിക്കുന്നുണ്ട്, യാ അബൽ ഹക്കം മാ റഅയുക ഫീമാ സമിഅത മിൻ മുഹമ്മദ്. മുഹമ്മദ് പറയുന്നത് നീ കേട്ടില്ലേ? മുഹമ്മദ് ഓതുന്നത് നീ കേട്ടില്ലേ? എന്താണ് അതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം? അദ്ദേഹം പറയാണ്, നമ്മളും ബനൂ അബ്ദു മനാഫ് തമ്മിൽ മുഹമ്മദ് നബിയുടെ കുടുംബം രണ്ടാളും ഖുറൈശിക്കാരാണെങ്കിൽ രണ്ട് കുടുംബങ്ങളാണ്. നമുക്കിടയിൽ വലിയ ഭിന്നതകളുണ്ട്. എന്താ? അവർ ആളുകൾക്ക് ഭക്ഷണം നൽകുന്നു, നമ്മളും ആളുകൾക്ക് ഭക്ഷണം നൽകുന്നു. അവർ ആളുകളുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നു, നമ്മളും ആളുകളുടെ പ്രയാസം ഏറ്റെടുക്കുന്നു. അവർ ആളുകൾക്ക് സദഖകൾ കൊടുക്കുന്നു, നമ്മളും ആളുകൾക്ക് സദഖകൾ കൊടുക്കുന്നു. നമ്മളും കുതിരപ്പന്തയത്തിൽ ജയിക്കുന്നു, അവരും കുതിരപ്പന്തയത്തിൽ ജയിക്കുന്നു. നമുക്കും നാട്ടിൽ പേരും പെരുമയുമുണ്ട്, അവർക്കും നാട്ടിൽ പേരും പെരുമയുമുണ്ട്. പക്ഷേ മുഹമ്മദ് നബിയാണെന്ന് സമ്മതിച്ചാൽ അവർക്ക് മാത്രം ഒരു നബി ഉണ്ടാകും, നമുക്ക് നബി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മുഹമ്മദിൽ ഞാൻ വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് മുഹമ്മദിൽ ഞാൻ വിശ്വസിക്കുകയില്ല. ഇത് ഹക്കാണെന്ന് ബോധ്യപ്പെട്ടു. ഖുർആനിന്റെ സ്വാധീനം അബൂജഹലിന്റെ മനസ്സിലുണ്ടായി. പക്ഷേ അഹങ്കാരം അനുവദിക്കാതെ ഇസ്ലാമിനെതിരെ അയാൾ നിലകൊണ്ടു എന്നതാണ് ചരിത്രം. ഞാൻ പറയുന്നത്, എത്ര വലിയ ശത്രുവിന്റെ മനസ്സിലും ഖുർആൻ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ കലാം സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. തുഫൈൽ ഇബ്നു അംർ ദൗസി യമനിലെ പ്രശസ്തമായ ദൗസ് ഗോത്രത്തിലെ അംഗമാണ്. അദ്ദേഹം മക്കയിലേക്ക് വരുമ്പോ വഴിയിൽ വെച്ച് തന്നെ ആളുകൾ അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹത്തെ മക്കക്കാരായ മുശ്രിക്കുകളായ ആളുകൾ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഇവിടെ ഒരു മനുഷ്യനുണ്ട്, ഇന്നക ഖദിംത ബിലാദനാ, നീ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന ഹാദർ റജുൽ, ഇവിടെ ഒരാളുണ്ട്, അയാളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇന്നമാ ഖൗലുഹു കസ്സഹർ, ഒരു മാരണം പോലെ, മായാജാലം പോലെയാണ് അയാൾ പറയുന്ന വാചകങ്ങൾ. യുഫർരിഖു ബൈനൽ മർഇ വ ഇബ്നിഹി, ആ വാചകങ്ങൾ ഇവിടെ സ്വാധീനിച്ചു. ഒരുപാട് ആളുകൾ അയാളുടെ കൂടെ കൂടി. അതുകൊണ്ട് തന്നെ ബാപ്പയും മകനും ഇവിടെ തെറ്റി. സഹോദരനും തുടങ്ങി കുറച്ചാൾക്കാർ കൂടെ കൂടി. കുറെ ആളുകൾ അവർക്കെതിരായി. ചില ഭാര്യമാർ മുഹമ്മദിന്റെ കൂടെ കൂടി ഭർത്താക്കന്മാരും മുശ്രിക്കുകളായി. അല്ലാതെ നിലനിൽക്കുന്ന ചില ഭർത്താക്കന്മാർ മുഹമ്മദിന്റെ കൂടെ കൂടി ഭാര്യയും ഭർത്താവും ഉണ്ടായി. ഇവിടെ ഉണ്ടായ ഇതേ പ്രതിസന്ധി തുഫൈലേ, നീ യമനിലേക്ക് ഇവിടെ നിന്ന് മുഹമ്മദിന്റെ ഈ വാക്കുകൾ കേട്ട് തിരിച്ചു പോയാൽ ഞങ്ങൾക്കുണ്ടായ അതേ പ്രതിസന്ധി നിന്റെ ഗോത്രത്തിലുണ്ടാകും, ദൗസിലുണ്ടാകും, നിന്റെ നാട്ടിലുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഫലാ തുകല്ലിംഹു വലാ തസ്മഅ മിൻഹു, നീ ഒരിക്കലും മുഹമ്മദിനോട് സംസാരിക്കരുത്, നീ ഒരിക്കലും മുഹമ്മദ് പറയുന്നത് കേൾക്കരുത്, മുഹമ്മദിന്റെ വാചകങ്ങളിലേക്ക് നീ ചെവി കൊടുത്തു പോകരുത് എന്നാണ് മക്കക്കാർ തുഫൈൽ ഇബ്നു അംർ ദൗസിക്ക് നൽകിയ ഒരു ക്ലാസ്. എന്നിട്ട് എന്താ തുഫൈൽ ചെയ്തത്? അദ്ദേഹം കുറച്ച് തുണിയെടുത്തു, തന്റെ ചെവിയിൽ തിരുകി മക്കയിലൂടെ നടന്നു. ഫഗദൗതു ഇലൽ മസ്ജിദ്, മസ്ജിദുൽ ഹറമിലേക്ക് ചെന്നു, കഅബാലയത്തിന്റെ അടുത്തേക്ക് എത്തി. ഫൈദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ യുസല്ലി ഇൻദൽ കഅബ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുത്ത് നിന്ന് നമസ്കരിക്കുകയാണ്. ഞാൻ ആ മുഹമ്മദിന്റെ അടുത്ത് നിന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഇംഗിതങ്ങളെ, എന്റെ താല്പര്യങ്ങൾക്ക് തടസ്സമിട്ടു. മുഹമ്മദിന്റെ സംസാരം എന്റെ ചെവിയിലേക്ക് കയറി വന്നു. ഫസമിഅതു കലാമൻ ഹസന, മനോഹരമായ ചില വാചകങ്ങൾക്ക് എന്റെ കാതുകളിലേക്ക് കടന്നു വന്നു. ഞാൻ എന്താ ചെയ്തെന്നറിയാമോ? മുഹമ്മദിന്റെ കൂടെ ആരുമറിയാതെ പതുക്കെ കടന്നുപോയി. എന്നിട്ടോ പ്രവാചകന്റെ വീട്ടിലെത്തി. മുഹമ്മദ് വീട്ടിലേക്ക് പോയപ്പോൾ ഞാനും പ്രവേശിച്ചു. ഞാൻ മക്കയിലേക്ക് എത്തിയപ്പോ നിന്റെ നാട്ടുകാരനോട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ എന്റെ കാതുകളിൽ
നിന്റെ വായിൽ നിന്ന് കേട്ട ആ വാചകങ്ങളുണ്ടല്ലോ, അത് എന്നെ ഒരിക്കലും അവരെ കുറിച്ച് എന്നെ ഭയപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു തന്നു. തുഫൈൽ പറയാണ്, വതല അലയ്യൽ ഖുർആൻ, പ്രവാചകൻ എനിക്ക് ഖുർആൻ മനോഹരമായി ഓതി തന്നു. ഫലാ വല്ലാഹി മാ സമിഅതു ഖൗല ഖത്ത് അഹ്സന മിൻഹു, അതിനേക്കാൾ മനോഹരമായ വാചകങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കേട്ടിട്ടില്ല. അതിനേക്കാൾ നീതിപൂർണമായ വാചകങ്ങൾ ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഫഅസ്ലംതു വശഹിദു ഷഹാദ, അങ്ങനെ ഞാൻ മുസ്ലിമായി, ഞാൻ ഷഹാദത്ത് പ്രഖ്യാപിച്ചു. ഖുർആൻ കേൾക്കണമെന്ന് തീരുമാനിച്ചു വന്ന മനുഷ്യന്റെ ചെവിയിലേക്ക് ഇസ്ലാം കടന്നു വന്നത് അല്ലാഹുവിന്റെ വചനങ്ങൾ ഉണ്ടാക്കിയ സ്വാധീനമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഖുർആൻ ഉണ്ടാക്കിയ സ്വാധീനം എന്താ? നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ആയത്തേതാ? നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച അധ്യായമേതാ? നമ്മുടെ ജീവിതത്തിൽ വിപ്ലവമുണ്ടാക്കിയ, മാറ്റമുണ്ടാക്കിയ വിശുദ്ധ ഖുർആനിലെ ഏത് സംഭവമാണുള്ളത്? സഹോദരങ്ങളെ, ധാരാളം വെള്ളിയാഴ്ചകളിൽ, എല്ലാ വെള്ളിയാഴ്ചയും പറഞ്ഞില്ല, നമ്മൾ പറയാറുണ്ട് എല്ലാ ഞായറാഴ്ചയും 7:30 മണിക്കൂർ നടക്കുന്ന ഖുർആൻ ക്ലാസ് നമുക്ക് തിരിഞ്ഞു നോക്കണമെന്ന് തോന്നിയിട്ടില്ല. എത്ര ആളുകൾക്ക് തോന്നി? ഒരു വിമർശനമായി തന്നെ നിങ്ങൾ ഇതിനെ ഏറ്റെടുത്തു. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനുള്ള, ഹൃദയത്തിൽ കൊള്ളുന്ന ഒരു കനത്ത ശക്തമായ ചോദ്യമായി ചോദ്യത്തെ നിങ്ങൾ ഏറ്റെടുത്തു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന ആ സന്തോഷ വാർത്തയോട് പോസിറ്റീവായി പ്രതികരിക്കാൻ ഈ പള്ളിയിൽ ഒത്തുകൂടി എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്? സഹോദരങ്ങളെ, എത്ര ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, ഇവിടെ നടക്കുന്ന ഖുർആൻ ക്ലാസ് വേണമെന്നില്ല, എവിടെയെങ്കിലും നടക്കുന്ന അല്ലാഹുവിന്റെ കലാം, അതിന്റെ ആശയം പഠിപ്പിക്കപ്പെടുന്ന, അതിന്റെ അവതരണ പശ്ചാത്തലം പഠിപ്പിക്കപ്പെടുന്ന, ആ ആയത്തിന്റെ മഹത്വം പഠിപ്പിക്കപ്പെടുന്ന, അതിൽ നിന്ന് കിട്ടുന്ന മതവിധികൾ പഠിപ്പിക്കപ്പെടുന്ന ഏത് സംവിധാനത്തോടാണ് നമുക്കൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിച്ചിട്ടുള്ളത്? അല്ലെ, പീസ് റേഡിയോയിലെ അന്നൂർ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിഹ മുതൽ നാസ് വരെ പഠിപ്പിക്കപ്പെടുന്ന ഖുർആൻ പഠന തുടർച്ചയായിട്ടുള്ള ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചിട്ട് വർഷങ്ങളായി സൂറത്തുൽ ബഖറ എപ്പോഴും ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരുപാട് മൊഡ്യൂളുകൾ പിന്നിട്ടു. ഏതെങ്കിലും ഒരു 10 ക്ലാസ് തുടർച്ചയായി കേൾക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അവിടെ സംഘടിപ്പിക്കപ്പെടുന്ന ചില ലഘുവായ പരീക്ഷയെ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെ, എന്തൊക്കെ സൗകര്യമുണ്ട് ഇവിടെ, എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിനെ അറിയാൻ, ഖുർആനിനെ പഠിക്കാൻ. പക്ഷെ സഹോദരങ്ങളെ, നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഈ റമദാനിൽ ഒരു തവണ ഓതി തീർക്കാനുള്ള വ്യഗ്രതയിൽ നാം വായിച്ചു പോകുന്ന ആയത്തിലെ ഒരായത്തോ ഒരു ഹർഫോ ഒരു അധ്യായമോ അത് ലോകത്ത് ഒരുപാട് മനുഷ്യരെ കരയിപ്പിച്ച, ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടെത്തിച്ച, ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആയത്തുകളിലൂടെ കടന്നുപോയിട്ടും നിർജീവമായി അതിനെ വായിച്ചു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഞാൻ പറയുന്നത് അർത്ഥമറിയാതെ വായിക്കുന്നത് ശരിയല്ല എന്ന അർത്ഥത്തിലല്ല. ഒരു ഹർഫ് അർത്ഥമറിയാതെ വായിച്ചാൽ, ഓതാനറിയാത്തവൻ തപ്പിത്തടഞ്ഞ് ഒരു വാചകം അർത്ഥമറിയാതെ വായിച്ചാൽ അവൻ ഇരട്ടി കൂലിയുണ്ട് എന്ന പ്രവാചക വചനത്തെ നമ്മൾ ഓർക്കണം. അതനുസരിച്ച് അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു നമ്മൾ പാരായണം ചെയ്യണം. പക്ഷെ സഹോദരങ്ങളെ, ഇതിനെ അറിയുക എന്നൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, വിശ്വാസികളിലെ ഏറ്റവും ഉത്തമനാരാണെന്ന് പ്രവാചകൻ പറഞ്ഞത്. വിശ്വാസികളിലെ ഏറ്റവും ഉത്തമനാരാണ് നിങ്ങളിൽ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. നിങ്ങൾ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അറബി ഭാഷ പഠിപ്പിക്കണം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നീന്തൽ പഠിപ്പിക്കണം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുതിരസവാരി പഠിപ്പിക്കണം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അനന്തരാവകാശം പഠിപ്പിക്കണം. പ്രത്യേകം എടുത്തു പറയുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാൻ നമുക്ക് സാധിക്കണം. അതേ സൂറത്തുൻ നജ്മിനെ കുറിച്ച് പറയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ. ആയത്ത് ഇങ്ങനെ ഓതി
അതിന്റെ അവസാനം വളരെ മനോഹരമാണ് സൂറത്തുൽ നജ്മ് കേൾക്കാൻ. നിങ്ങൾ നല്ലൊരു താരീഖിന്റെ ഖിറാഅത്ത് വന്ന് കേട്ടോക്കി. എന്തൊരു പ്രാസമാണ്, എന്തൊരു മനോഹാരിതയാണ് സൂറത്തുൽ നജ്മ്. അറബി ഭാഷയുടെ എല്ലാ ഭംഗിയും ഉൾക്കൊള്ളുന്ന അല്ലാഹുവിന്റെ കലാമിന്റെ എല്ലാ സൗന്ദര്യവും കേട്ടാസ്വദിക്കാൻ കഴിയാവുന്ന അധ്യായങ്ങളിൽ ഒന്നാണ് സൂറത്തുൽ നജ്മ്. ഖുർആൻ എല്ലാം അങ്ങനെയാണ്. എങ്ങനെ ഓതി? അതിന്റെ അവസാനത്തെ ആയത്തെന്നറിയോ? ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുക, നിങ്ങൾ അവനെ ആരാധിക്കുക. തിലാവത്തിന് സുജൂദ് ഉണ്ട്. ഖുർആൻ ഓതുന്ന ചില സ്ഥലത്ത് അവിടെ എത്തുമ്പോൾ നബി സുജൂദ് ചെയ്തു. ഈ ആയത്ത് ഓതിയിട്ട് നബി സുജൂദ് ചെയ്തു. നബിയുടെ കൂടെ ഉണ്ടായിരുന്നവർ സുജൂദ് ചെയ്തു. അത് കേട്ടുകൊണ്ടിരുന്ന മുശ്രിക്കുകൾ അറിയാതെ സുജൂദ് ചെയ്തു പോയി. അത് കേട്ടുകൊണ്ടിരുന്ന മുശ്രിക്കുകൾ അറിയാതെ സുജൂദ് ചെയ്തു പോയി. ഈ സംഭവത്തിന്റെ വേറൊരു ഭാഗം എന്ന് പറയുന്നതിന്റെ സിഹത്ത് എത്ര കണ്ടെന്ന് എനിക്കറിയില്ല. എന്താണ് എല്ലാവരും സുജൂദ് എപ്പോഴാണ് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ ആളുകൾ അവിടെ എല്ലാവരും മുസ്ലിങ്ങളായി എന്നുള്ള വാർത്ത പരന്ന് തിരിച്ചു പോകുന്നത്. മുസ്ലിം അല്ലാത്ത മനുഷ്യന് പോലും ആയത്തൽക്കത്തെ പറയാതെ അതാണ് വിശുദ്ധ ഖുർആൻ. എവിടെയൊക്കെ അത് കടന്നു വന്നിട്ടുണ്ടോ അവിടെയെല്ലാം അത് മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോക്കി, നിങ്ങൾ മദീനയെ കുറിച്ച് പറയാറുള്ളതറിയോ? മദീന മാറിയത് ഖുർആൻ കൊണ്ടാണ്. നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയില്ലേ? മദീന പിന്നത്തെ ഇപ്പോഴത്തെ നമ്മൾ മദീന വിളിക്കുന്ന നാട്. അഖബാ ഉടമ്പടിയുടെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാകും. മദീനയിൽ നിന്ന് ഹജ്ജിന് വന്ന ആളുകളോട് മിനയിൽ തമ്പടിച്ചിരിക്കുമ്പോ അവരോട് നബി സംസാരിക്കാൻ, നബിയുമായി അവർ ബൈഅത്ത് ചെയ്യാൻ. അതാണ് അഖബാ ഉടമ്പടി. അവിടെ നിന്നാണ് അവർ മുസ്ലിമായി ജീവിക്കാമെന്ന് പ്രതിജ്ഞ എടുക്കുന്നത്. അവരെങ്ങനെ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പോയി സംസാരിക്കുന്ന നിങ്ങൾ ആരാണ്? ഞങ്ങൾ മദീനയിലെ ഹസ്റജ് ഗോത്രക്കാരാണ്. മിൻ മവാലി യഹൂദ് ഐ ഖുലഫാഉഹും ഖാലൂ നഅം. നിങ്ങൾ അവിടുത്തെ ജൂതന്മാരോടൊപ്പം ജീവിക്കുന്ന ആളുകളല്ലേ? അഫലാ തജ്ലിസൂന ഉകല്ലിമുക്കും. എനിക്ക് കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കാൻ എന്റെ കൂടെ ഇരുന്നു തരാമോ? അവർ നബിയുടെ കൂടെ സംസാരിക്കാൻ ഇരുന്നു കൊടുത്തു. അല്ലാഹുവിലേക്ക് പ്രവാചകൻ അവരെ ക്ഷണിച്ചു. ഇസ്ലാമിനെ പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ ഖുർആൻ ഓതി കൊടുത്തു. അവർ മുഅ്മിനീങ്ങളായി, വിശ്വാസികളായി പ്രവാചകന്റെ കൂടെ നടന്നു. കുറച്ചാൾക്കാരായ അങ്ങനെ പോയ ബാക്കിയുള്ള ഒരുപാട് ആളുകൾ നബിയെ സ്വീകരിക്കാൻ മുസ്ലിമുകാരെങ്ങനെ അവിടെ ഉണ്ടായി. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരാൻ ആള് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചു ഇസ്മാ ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ. വലിയ സമ്പന്നനായിരുന്ന ചരിത്രമറിയാം. എല്ലാം ഉപേക്ഷിച്ച് പ്രവാചകന്റെ ഉപയോഗിക്കുന്ന പുതിയ പുതിയ സുഗന്ധങ്ങൾ കാണാൻ, സുന്ദരനായ ഇസ്മാനെ കാണാൻ വഴിയോരങ്ങളിൽ ആളുകൾ കാത്തു നിൽക്കുമായിരുന്നു. അതൊക്കെ ഉപേക്ഷിച്ച് മുസ്ലിമായതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഇസ്മാ റളിയല്ലാഹു അൻഹു മദീനയിൽ പോയി. അദ്ദേഹത്തിന്റെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ ഓതി. ഓരോ വീട്ടിലും കയറി ഖുർആൻ ഓതി. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ആളുകൾ എല്ലാവരും മുസ്ലിങ്ങളായി. നബി മദീനയിലെത്തുമ്പോ ഇസ്മാ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലാക്കുന്നത് ഇസ്മാ റളിയല്ലാഹുവിന്റെ ശബ്ദം കേട്ടിട്ടാണ്. മെലിഞ്ഞൊട്ടിയ ശരീരമായി സമ്പന്നനായ ഇസ്മാ റളിയല്ലാഹു അൻഹു രണ്ട് വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. അടിയിലുള്ള വസ്ത്രത്തിന്റെ ദ്വാരങ്ങൾ കാണാതിരിക്കാൻ മുകളിലെ വസ്ത്രവും, മുകളിലുള്ള വസ്ത്രത്തിന്റെ കീറലുകൾ കാണാതിരിക്കാൻ അടിയിലെ വസ്ത്രവും. ദരിദ്രനായി തീർന്ന ഇസ്മാ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ ആലിംഗനം ചെയ്യുന്നു. ആ ഇസ്മാ റളിയല്ലാഹു അൻഹുവിന്റെ മധുരമായ ഖുർആൻ പാരായണം കേട്ടാണ് തിരുവുകാർ കൂട്ടം കൂട്ടമായി, ഗോത്രങ്ങളായി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് ഒരുമിച്ച് കടന്നു വരുന്ന സംഭവം ഉണ്ടാകുന്നത്. സഹോദരങ്ങളെ, ഖുർആൻ എവിടെയുണ്ടോ അവിടെയെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖുർആൻ എവിടെയുണ്ടോ അവിടെയെല്ലാം ആളുകൾ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മെ സ്വാധീനിച്ച ഒരായത്ത് പോലും എടുത്തു പറയാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ ഒരുപാട് തവണ നമ്മുടെ പഠനത്തെ സംബന്ധിച്ച് പുനരാലോചിക്കേണ്ട കാര്യമാണ്. അല്ലാഹു ദീൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും
ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പൊതുവിൽ ആളുകൾ ഈ പെരുന്നാളിനോടനുബന്ധിച്ച് വസ്ത്രത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. നമ്മളെല്ലാ വർഷവും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം എടുത്തു കൊടുക്കുന്ന ഈദ് കിസ്വ എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാറുണ്ട്. ഒരു 13-14 വയസ്സിന് താഴെയുള്ള നിർധനരായ കുട്ടികൾക്ക് വസ്ത്രം എടുത്തു കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ നമ്മളൊക്കെ കഴിയുമെങ്കിൽ നമുക്ക് കഴിയാവുന്ന എണ്ണം അത്രയും കുട്ടികൾക്ക് 1300 രൂപയാണ് ഒരു കുട്ടിയുടെ വസ്ത്രത്തിന് വേണ്ടി കണക്കാക്കിയിട്ടുള്ളത്. അത് ആ വീട്ടുകാർക്ക് ഒരു ടോക്കൺ കൊടുത്ത് അതായിട്ട് ടെക്സ്റ്റൈൽസിൽ പോയി അവർ പറ്റാവുന്ന വിലയിൽ വസ്ത്രം സെലക്ട് ചെയ്ത് പോരുക എന്നുള്ളൊരു പദ്ധതിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും കഴിയുന്നത്ര ആളുകൾ ഒന്നോ അതിലധികമോ കുട്ടികളെ ആ നിലയ്ക്ക് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുക്കണം. പുറത്തതിന്റെ സംഘാടകരുണ്ടാവും, അവരുമായിട്ട് കണ്ട് നിങ്ങൾ സംസാരിക്കണം. ഇപ്പോൾ തന്നെ പൈസ കൊടുക്കണമെന്നില്ല, നിങ്ങളത് വേണ്ട രൂപത്തിൽ പേരൊക്കെ നോട്ട് ചെയ്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയാൽ മതി. രണ്ടാമത്തെ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടാണ്. പൊതുവിലൊരു വലിയ പള്ളിയും സംവിധാനവും നടന്നു പോകുക എന്ന് പറയുന്നത് അതൊക്കെ നടത്തുന്ന ആളുകൾക്കറിയാം വലിയ ഭാരമുള്ള സംഗതിയാണ്. അതോടൊപ്പം റമദാൻ കാലമാണെങ്കിൽ കുറച്ചുകൂടി അധികം ചെലവുണ്ടാകും. അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ റമദാൻ സദഖയിൽ നിന്ന് നല്ലൊരു വിഹിതം ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതും ഇന്ന് നൽകാൻ കഴിയുന്നവർ ഇന്ന് തന്നെ സാധാരണത്തേതുപോലെ കളക്ഷൻ നൽകുക. അതിന് പറ്റാത്തതൊന്ന് തയ്യാറായി വെള്ളിയാഴ്ച അതിന് തയ്യാറായി വരണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞത് ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. റമദാൻ മാസത്തിലാണ് ഇത്തരം പ്രതിജ്ഞകൾ നമ്മൾ എടുക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഒരു തവണ മുഴുവൻ അതിന്റെ ആശയം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തും എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം, ഒന്ന് തീരുമാനിക്കണം. അത് നിയത്താക്കാനുള്ള കൂലി കിട്ടുമല്ലോ. എന്നിട്ട് കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കാം. നമ്മളെ കൊണ്ട് അതിന് കഴിയും. സ്വഹാബത്തിന്റെയൊക്കെ ജീവിതം എടുത്താൽ അവരൊന്നും നമ്മൾ ഇന്ന് പഠിപ്പിക്കപ്പെടുന്നത് പോലെ 8 വയസ്സും 10 വയസ്സും കുട്ടികളെ ഹിഫ്ളാക്കാൻ പറഞ്ഞയച്ച് പിന്നീട് അവരെ നല്ല അറബി കോളേജുകളിലൊക്കെ വിട്ട് നല്ല പണ്ഡിതന്മാരായി അങ്ങനത്തെ രീതിയല്ല. അവരൊക്കെ 20, 30, 40, 50, 60 വയസ്സ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ്. എന്നിട്ട് അവരാണ് പിന്നീട് ഇസ്ലാമിൽ വലിയ പണ്ഡിതന്മാരായി മാറിയത്, ഖുർആൻ മനഃപ്പാടമുള്ള ആളുകളായി മാറിയത്. അതുകൊണ്ട് പ്രായമൊരു തടസ്സമല്ല. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ ഓർക്കുന്നുണ്ടാവും, 30 വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കാൻ തുടങ്ങി 60-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയ ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടുന്നുണ്ടായി. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, ബിസിനസ്സുകാരനാണ്. പക്ഷെ അദ്ദേഹം ഖുർആൻ മനഃപ്പാടമാക്കിയതിന്റെ ആശയം പഠിച്ചു വളരെ നന്നായി ആളുകൾക്ക് ഹൃദ്യമായി ഖുർആൻ ക്ലാസ് എടുത്തു കൊടുക്കാൻ കഴിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഞാനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് അവിടെ അദ്ദേഹത്തിന് ആളുകൾ സ്വീകരണം കൊടുക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. 60-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയ ഒരു മനുഷ്യൻ. നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കണം. നമുക്കൊരാഗ്രഹം ഉണ്ടാവണം, നമുക്കൊരു പ്രതിജ്ഞ ഉണ്ടാവണം, ഇതെന്റെ ബാധ്യതയാണ് എന്ന ബോധം ഉണ്ടാകണം. അതുകൊണ്ട് നമുക്ക് പരലോകത്ത് കിട്ടാനിരിക്കുന്ന വിശാലമായ പ്രതിഫലത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. സൂറത്ത് ഫുർഖാനിലെ 30-ാമത്തെ ആയത്ത് നമ്മളെപ്പോഴും ഭയപ്പെടുത്തേണ്ട ഒരു ആയത്താണ്. നമ്മുടെ ഉള്ളിൽ പേടി വിതയ്ക്കേണ്ട ഒരു ആയത്താണ്. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ നാളെ പരലോകത്ത് പറയുന്നത്, അല്ലാഹുവേ, എന്റെ ഈ ജനതയുണ്ടല്ലോ, അവർ വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ്. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അതെല്ലാവർക്കും ബാധകമാണ്. നമ്മൾ ഖുർആനിനെ അവഗണിച്ചവരാണ് എന്ന് നമുക്കെതിരെ അള്ളാഹുവിന്റെ റസൂൽ നാളെ പരലോകത്ത് സാക്ഷി പറയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് കുറഞ്ഞ സമയം, ഒരാഴ്ചയിൽ 1-2 മണിക്കൂറെങ്കിലും ചെലവഴിച്ച് ഞാൻ അത് പഠിക്കുമെന്ന് തീരുമാനമെടുത്ത് അതിനൊരു സമയം നീക്കിവെച്ച് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും അതിനുള്ള അവസരമുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അത് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ രാത്രി നമസ്കാരങ്ങളും ദാനധർമ്മങ്ങളും സക്കാത്തും മറ്റു അദ്കാറുകളും എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ പൂർണ്ണമായും അത് അർഹിച്ച രൂപത്തിൽ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പവിത്രമായ മാസത്തിൽ അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർ, അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന
വിശ്വാസി സഹോദരങ്ങൾ അള്ളാഹു അവരുടെ പരീക്ഷണങ്ങൾക്കൊരു അവസാനം ഉണ്ടാക്കുകയും ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.